ഹലോ ഗൈസ്, അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം പിന്നെ എനിക്കൊരു ഓട്ടം കിട്ടിയിരിക്കുകയാണ്. എവിടേക്കാണെന്ന് വെച്ചാൽ ഹോസ്പിറ്റലിലേക്കാണ്. വീട് അറിയാത്തതുകൊണ്ട് ആകെ വഴിയിൽ പെട്ടു. അങ്ങനെ അവനെ വിളിച്ചു വെച്ചിട്ട് വീട് കണ്ടുപിടിച്ചു, വണ്ടി വെളിക്ക് ഇറക്കിയിട്ടു. അതാണ് വണ്ടി. അങ്ങനെ രാവിലെ കാരണം ഭയങ്കര വിശപ്പ്. അപ്പോൾ കഴിച്ചിട്ട് പോകാനുള്ള സമയമുള്ളതുകൊണ്ട് ആ വഴിയിൽ നിന്ന് ഒരു ഹോട്ടലിൽ നിന്ന് കയറി 2 നൂലപ്പം കഴിച്ചു. അങ്ങനെ നൂലപ്പമൊക്കെ കഴിച്ചിട്ട് വണ്ടി എടുത്ത് മെല്ലെ ഇറങ്ങി. അങ്ങനെ കുതിരാനൊക്കെ എത്തി. കുതിരാൻ്റെ അതിരാവിലെ നല്ല വ്യൂ ആയിരുന്നു കാണാൻ. കോടമഞ്ഞിൻ്റെ ഒരു ചെറിയൊരു ഫീലും തണുപ്പും ഉണ്ടായിരുന്നു. ചെറിയ ചാറ്റൽ മഴ ഉണ്ടായിരുന്നു കേട്ടോ പോണ വഴിക്ക്. അങ്ങനെ എറണാകുളത്തിൻ്റെ ബോർഡർ എത്തിയതും ബ്ലോക്ക് അങ്ങോട്ട് തുടങ്ങി. ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഓരോ സിഗ്നലെത്തുമ്പോൾ അവിടെ അങ്ങനെ ബ്ലോക്ക്. അങ്ങനെ ലാസ്റ്റ് ഹോസ്പിറ്റലിലെത്തി. അങ്ങനെ ഇത് ഏതാ ഹോസ്പിറ്റലിൽ എന്ന് അറിയണവരൊന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ ഹോസ്പിറ്റലിൽ നിൽക്കാൻ പറ്റാത്ത കാരണം വണ്ടിയിൽ കയറി ഉറങ്ങി. അങ്ങനെ ഉച്ചയാകുമ്പോൾ ഭയങ്കര വിശപ്പ്. അപ്പോൾ അടുത്തുള്ളൊരു നല്ലൊരു ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ചു. അപ്പോൾ ഫുള്ള് ബിരിയാണിക്ക് വില കൂടുതലായിരിക്കും പറഞ്ഞിട്ടാണ് ഒരു ഹാഫ് ബിരിയാണി പറഞ്ഞത്. നോക്കുമ്പോൾ എന്താ ഹാഫ് ബിരിയാണിക്ക് ഫുള്ള് ബിരിയാണീൻ്റെ അത്ര വിലയുണ്ട്. നോക്കുമ്പോൾ ഫുള്ളും ഹാഫും തമ്മിൽ ആകെ 30 രൂപേൻ്റെ വ്യത്യാസമുള്ളൂ. പിന്നെ തോന്നി ഫുള്ള് കഴിച്ചാൽ മതിയായിരുന്നു എന്ന്. ക്വാണ്ടിറ്റിയും കുറവായിരുന്നു, ബില്ലും കൂടുതലായിരുന്നു. അങ്ങനെ ഫുഡ് കഴിച്ചിട്ട് ഹോസ്പിറ്റലിൻ്റെ സൈഡിൽ കൂടെ അങ്ങനെ നടന്നപ്പോഴാണ് ഇങ്ങനെ ഒരു വ്യൂ കാണുന്നത്. വ്യൂ പറഞ്ഞാൽ ഒന്നൊന്നര വ്യൂ, നല്ല രസമുണ്ട്. പക്ഷേ തോണിയും അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ അവിടെ കുറച്ച് നേരം നിന്നു. ഈ വഴി പറഞ്ഞാൽ ഹോസ്പിറ്റലിൻ്റെ ബാക്കിൽ കൂടെ കുറച്ചിങ്ങനെ നടന്നു കഴിഞ്ഞാൽ കാണും. ഓക്കെ, അങ്ങനെ ഏകദേശം കഴിഞ്ഞു. അവർ വിളിച്ചു. അങ്ങനെ വണ്ടി എടുത്തിട്ട് ഇതാ പിന്നെയും തിരിച്ച് റിട്ടേൺ. അങ്ങനെ തിരിച്ചു പോകുമ്പോഴും ചെറിയ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എവിടെ സിഗ്നലിൽ പോയാലും കറക്റ്റ് ഞാൻ അവിടെ എത്തുമ്പോഴേക്കും സിഗ്നൽ വീഴും. അങ്ങനെ അവിടെ കുറേ നേരം നിൽക്കേണ്ടി വരും. അങ്ങനെ 5:30-6 മണിയാകുമ്പോഴേക്കും പരിപാടി കഴിഞ്ഞു. ഒരു ചായയും കുടിച്ചിട്ട് വണ്ടി അവിടെ തിരിച്ച് ഏൽപ്പിച്ചിട്ട് നല്ല വീട്ടിലേക്ക്. അപ്പോൾ ഇന്നത്തെ പരിപാടി ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.